വാസ്തവത്തിൽ ഇന്നത്തെ ആത്മീയ മണ്ഡലങ്ങളിൽ യേശു വിരുദ്ധവും മറിയ വിരുദ്ധവുമായ മറ്റ് അനേകം മറിയങ്ങളുടെ ആത്മീയ ആൾമാറാട്ടം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ പേരിൽ ആത്മീയ ആൾമാറാട്ടം നടത്തുന്ന വചനവിരുദ്ധ മറിയങ്ങളെ നാം വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആധുനിക മറിയത്തിൻ്റെ പ്രത്യക്ഷങ്ങളിലെ പെരുമാറ്റവും പ്രവർത്തന രീതികളും വാസ്തവത്തിൽ ദൈവവചന വിരുദ്ധമാണ്, ബൈബിൾ വിരുദ്ധമാണ് എന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ആധുനിക മറിയ പ്രത്യക്ഷതകൾ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തെയും യേശുവിനെയും മറിച്ചുകളയുന്ന വചനവിരുദ്ധ മറിയങ്ങളാണ് എന്ന് അവരുടെ സ്വഭാവങ്ങളുടെ താരതമ്യ പഠനത്തിൽ നിന്ന് മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെയും മറിയ പ്രത്യക്ഷതകളുടെയും വേർതിരിച്ചുള്ള സ്വഭാവ വിശകലനം നടത്തേണ്ടതായിട്ടിരിക്കുന്നു. ബൈബിളിലെ മറിയവും ഇന്ന് അനേകരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന മറിയവും രണ്ടും വേറെ വേറെ ആളുകളാണ് എന്ന് ഈ താരതമ്യ പഠനത്തിലൂടെ വ്യക്തമാകുന്ന കാര്യമാണ്. യേശുവിനെയും ദൈവത്തെയും പുറത്താക്കാൻ മറിയമല്ല, മറിയത്തിൻ്റെ വേഷം കെട്ടുന്ന, വെളിച്ചദൂതൻ്റെ വേഷം കെട്ടുന്ന ദൈവികമല്ലാത്ത ഒരു ശക്തി സഭയിൽ ദൈവവചന വിരുദ്ധമായ, ബൈബിൾ വിരുദ്ധമായ പാരമ്പര്യ നിർമ്മാണങ്ങളിൽ കൂടി അതിവേഗം മുന്നേറുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇത്തരം ആത്മീയ അട്ടിമറികൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ബൈബിൾ അനേക ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ മുന്നറിയിപ്പ് തരുന്ന കാര്യങ്ങളാണ്. ബൈബിളിലെ മറിയവും ഇന്നത്തെ മറിയങ്ങളും തമ്മിൽ നാം താരതമ്യ പഠനം നടത്തിയാൽ ചില സുപ്രധാന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ആധുനിക മറിയ പ്രത്യക്ഷതകൾ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തെയും യേശുവിനെയും അട്ടിമറിച്ചു കളയുന്ന വചനവിരുദ്ധമായ മറിയ പ്രത്യക്ഷതകളാണ് എന്ന് അവരുടെ സ്വഭാവങ്ങളുടെ താരതമ്യ പഠനത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെയും മറിയ പ്രത്യക്ഷതകളുടെയും വേർതിരിച്ചുള്ള സ്വഭാവ വിശകലനം നാം അതുകൊണ്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിളിലെ മറിയവും ഇന്ന് അനേകരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന മറിയവും രണ്ടും വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് എന്നാണ് ഈ താരതമ്യ പഠനത്തിലൂടെ നാം വ്യക്തമാക്കുന്നത്. ഈ പുതിയ മറിയം പുതിയ നിയമത്തിലെ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയം അല്ല എന്ന് ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവ സവിശേഷതകൾ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ മാത്രമാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഇത് ഇന്നത്തെ മറിയ ഭക്തർ വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. യേശു ക്രിസ്തുവിനെ വാസ്തവമായി മനസ്സിലാക്കുവാനും യേശുവിലേക്ക് വാസ്തവമായി കടന്നു വരുവാനും യേശുവിൻ്റെ ഭക്തനായി തീരുവാനും ഈ പഠനം നിങ്ങൾക്ക് ആവശ്യമാണ്. റോമാസഭയിലെ മറിയം അമലോത്ഭവയാണ്. എന്നാൽ ബൈബിളിലെ മറിയം ആദത്തിൻ്റെ സന്തതി എന്ന നിലയിൽ എല്ലാവരെയും പോലെ പാപത്തിൽ ജനിച്ച ആളാണ്. റോമാസഭയിലെ മറിയം പരിപൂർണ പരിശുദ്ധയാണ്. എന്നാൽ ബൈബിളിലെ മറിയം എല്ലാ മനുഷ്യരെയും പോലെ പാപിയായിരുന്നു. റോമാസഭയിലെ മറിയം യേശുവിൻ്റെ ജനനത്തിന് മുമ്പും ജനനകാലത്തും ജനനത്തിന് ശേഷവും കന്യകയാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ബൈബിളിലെ മറിയം യേശുവിൻ്റെ ജനനം വരെ കന്യകയായിരുന്നു. എന്നാൽ അതിനുശേഷം മറിയത്തിന് മറ്റ് മക്കളുണ്ടായിരുന്നു. റോമാസഭയിലെ മറിയം ദൈവത്തിൻ്റെ അമ്മയാണ്. എന്നാൽ ബൈബിളിലെ മറിയം ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മാത്രം അമ്മയാണ്. റോമാസഭയുടെ മറിയം സഭയുടെ അമ്മയാണ്. എന്നാൽ ബൈബിളിലെ മറിയം സഭയിലെ ഒരു അംഗമാണ്. റോമാസഭയിലെ മറിയം സഹരക്ഷകയാണ്. എന്നാൽ ബൈബിൾ പ്രകാരം ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അവൻ ഏക രക്ഷകനാണ്. സഹരക്ഷക എന്നുള്ള ഒരു ആശയം ബൈബിളിലില്ല. കാരണം ക്രിസ്തു മാത്രമാണ് പാപത്തിൻ്റെ പരിഹാരത്തിനായി, മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിനായി സഹിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത്.
റോമാ സഭയുടെ മറിയം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളാണ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ബൈബിളിലെ മറിയം ഉൽപ്പത്തി 3-ാം 19-ാമത്തെ വാക്യപ്രകാരം മരണശേഷം മറിയത്തിൻ്റെ ഭൗതിക ശരീരം മണ്ണിലേക്ക് മടങ്ങി എന്ന് നമുക്ക് ന്യായമായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യേശു ഒഴികെ മറ്റെല്ലാവരുടെയും ഉയർത്തെഴുന്നേൽപ്പ് യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിലാണ് എന്നാണ് ബൈബിൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ പ്രകാരം മറിയം ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല, സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. മാത്രമല്ല, റോമാ സഭയുടെ ചിന്ത പ്രകാരം നമ്മുടെ സങ്കടങ്ങളും പരാതികളും നമുക്ക് ഫലമേൽപ്പിക്കാവുന്ന നമ്മുടെ സഹമധ്യസ്ഥയായ മറിയത്തെയാണ് അവർ അവതരിപ്പിക്കുന്നത്. എന്നാൽ ബൈബിൾ പ്രകാരം നമ്മുടെ സങ്കടങ്ങളും പരാതികളും നമുക്ക് ഫലമേൽപ്പിക്കാവുന്നത് നമ്മുടെ ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനെ മാത്രമാണ്. റോമാസഭയുടെ ചിന്ത പ്രകാരം നമ്മുടെ മരണസമയം മറിയത്തിൻ്റെ സംരക്ഷണത്തിന് അടിയറ വച്ച് നാം നമ്മെ തന്നെ അവൾക്ക് പൂർണ്ണമായും ഫലമേൽപ്പിക്കണം. എന്നാൽ ബൈബിൾ പ്രകാരം നമ്മുടെ മരണസമയം യേശു ക്രിസ്തുവിൻ്റെ സംരക്ഷണത്തിന് അടിയറ വച്ച് നാം നമ്മെ തന്നെ യേശുവിന് പൂർണ്ണമായും ഫലമേൽപ്പിക്കണം. കാരണം കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നാണ് സത്യവചനം നമ്മോട് സംസാരിക്കുന്നത്. എന്നാൽ റോമാസഭയുടെ ചിന്തപ്രകാരം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ദൈവം മറിയത്തെ ഉയർത്തി. അതിനാൽ പ്രത്യേക ഭക്തിയോടെ ഈ മറിയത്തെ സ്തുതിക്കേണ്ടതുണ്ട് എന്നാണ്. ഇത് ദൈവവചനപ്രകാരം തെറ്റാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മുകളിൽ ഉയർത്തപ്പെട്ട നാമം യേശു ക്രിസ്തുവിൻ്റേത് മാത്രമാണ്. അതിനാൽ നാം സ്തുതിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തെ മാത്രമാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നുള്ള വചനത്തിൻ്റെ ആത്മീയ അർത്ഥപ്രകാരം നമ്മുടെ ക്രൈസ്തവ ജീവിതം നാം ക്രമപ്പെടുത്തുന്നില്ല എങ്കിൽ നാം വളരെ തന്ത്രപരമായ വിഗ്രഹാരാധനയുടെയും സാത്താൻ്റെ ആത്മീയ അട്ടിമറയുടെയും വിക്ടിംസായി പോകും എന്നുള്ളതിൽ സംശയമില്ല. മാത്രമല്ല, ബൈബിൾ പ്രകാരം സാത്താനെ പരാജയപ്പെടുത്തിയത് യേശുവാണ്, അല്ലാതെ മറിയമല്ല. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാകുന്നത് പോലെ അവനും അവരിൽ ഭാഗഭാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് പാപമില്ലാതെ ഉത്ഭവിക്കുകയും പാപമില്ലാതെ ജീവിക്കുകയും നിത്യകന്യകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്ത ഒരു സ്ത്രീയെക്കുറിച്ച് ബൈബിൾ പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അത് ചില മനുഷ്യരുടെ മനുഷ്യനിർമ്മിതമായ ബൈബിൾ വിരുദ്ധമായ ദൈവവചന വിരുദ്ധമായ ദൈവിക ചിന്തകൾക്ക് വിരുദ്ധമായ മാനുഷിക പാരമ്പര്യങ്ങളുടെ നിർമ്മിതിയാണ്. അതിലൂടെ അനേകർ സാത്താൻ്റെ തന്ത്രപ്രകാരം അട്ടിമറിക്കപ്പെട്ട് നിത്യനരകത്തിലേക്ക് വഞ്ചിക്കപ്പെട്ട് തകർക്കപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കേൾവിക്കാർ മനസ്സിലാക്കണം. ബൈബിളിലില്ലാത്ത ഇന്നത്തെ ആധുനിക മറിയത്തിൻ്റെ പ്രത്യക്ഷതകളിൽ അവയുടെ പെരുമാറ്റവും പ്രവർത്തന രീതികളും ബൈബിൾ വിരുദ്ധമാണ്, ബൈബിളിൻ്റെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമാണ്, ബൈബിളിലെ സ്വഭാവത്തിന് വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ആധുനിക മറിയത്തിൻ്റെ ചില പ്രധാന പ്രത്യക്ഷതകളെപ്പറ്റി നമുക്ക് അല്പമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. യേശുവിനെയും ദൈവത്തെയും പുറത്താക്കാൻ മറിയമല്ല, മറിയത്തിൻ്റെ വേഷം കെട്ടുന്ന, വെളിച്ചദൂതൻ്റെ വേഷം കെട്ടുന്ന ദൈവികമല്ലാത്ത ഒരു ശക്തി സഭയിൽ ദൈവവചന വിരുദ്ധമായ ബൈബിൾ വിരുദ്ധമായ പാരമ്പര്യ നിർമ്മാണങ്ങളിൽ കൂടി അതിവേഗം മുന്നേറുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. യേശു മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ
കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു.